ദുബായിൽ താമസിക്കുന്ന പ്രവാസികൾക്കും മറ്റ് വാടകക്കാർക്കും വലിയൊരു ആശ്വാസ വാർത്തയുമായാണ് 2026 രണ്ടാം പകുതി കടന്നുവരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദുബായിലെ വാടക നിരക്കുകളിലുണ്ടായ കുത്തനെയുള്ള വർധനവിന് ശേഷം വിപണി ഇപ്പോൾ കൂടുതൽ വാടകക്കാർക്ക് അനുകൂലമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ പ്രോപ്പർട്ടി വിദഗ്ധർ വിലയിരുത്തുന്നു. വിപണിയിലേക്ക് വലിയ തോതിൽ പുതിയ അപ്പാർട്ട്മെന്റുകൾ എത്തുന്നതാണ് ഇതിന് പ്രധാന കാരണം. പുതിയ കരാറുകളിൽ വലിയ ഇളവുകൾ നൽകാനും വാടക തുകയിൽ വിട്ടുവീഴ്ച ചെയ്യാനും കെട്ടിട ഉടമകൾ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഈ ആശ്വാസം അപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമായിരിക്കും ബാധകം. വില്ലകളുടെയും പ്രീമിയം വീടുകളുടെയും വിപണി ഇപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പാർട്ട്മെന്റുകൾ കൂടുതലുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിലാണ് വാടകക്കാർക്ക് മികച്ച ഡീലുകൾ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ജുമേറ വില്ലേജ് സർക്കിൾ, അർജാൻ, അതുപോലെ ദുബായ് സിലിക്കൺ ഒയാസിസ്, ഡിസ്കവറി ഗാർഡൻസ്, സ്പോർട്സ് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി കൈമാറുന്നതോടെ വാടകക്കാർക്ക് തെരഞ്ഞെടുക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഇതുകൂടാതെ ബിസിനസ് ബേ, ദുബായ് സൗത്ത് എന്നീ മേഖലകളിലും ഈ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ പുതിയ കരാറുകളിൽ 5% വരെ വാടക കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഇളവുകൾ പുതുതായി വാടകയ്ക്ക് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. നിലവിൽ താമസിക്കുന്നവരുടെ വാടക പുതുക്കലുകൾ റേറ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് അനുസരിച്ചായിരിക്കും നിയന്ത്രിക്കപ്പെടുക. അപ്പാർട്ട്മെന്റ് വിപണി ശാന്തമാകുമ്പോഴും വില്ലകളുടെയും ആഡംബര വീടുകളുടെയും വിപണി ഇപ്പോഴും ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. പാം ജുമേറ, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്, ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്സ്, ദുബായ് ഹിൽസ് എസ്റ്റേറ്റ്, അറേബ്യൻ റാഞ്ചസ്, തിലാൽ അൽഗാഫ് തുടങ്ങിയ പ്രീമിയം കുടുംബ സൗഹൃദ മേഖലകളിൽ ഇപ്പോഴും വീടുകളുടെ ലഭ്യത കുറവാണ്. ഉയർന്ന വരുമാനക്കാരായ താമസക്കാരുടെ നിരന്തരമായ ഡിമാൻഡ് കാരണം ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ 5 മുതൽ 8% വരെ വാടക വർധനവ് ഉണ്ടായേക്കാം. അതുപോലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദുബായ് സൗത്തിലെ ചില മേഖലകളിൽ 6 മുതൽ 10% വരെ വാടക ഉയരാനും സാധ്യതയുണ്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ അവതരിപ്പിച്ച ഫ്ലെക്സി റെന്റ്, റെന്റലി തുടങ്ങിയ നൂതന പദ്ധതികൾ വാടകക്കാരുടെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. വർഷങ്ങളായി നിലനിന്നിരുന്ന വലിയ തുകയുടെ മുൻകൂർ ചെക്കുകൾക്ക് പകരം വാടക മാസ തവണകളായോ ത്രൈമാസ തവണകളായോ ഡിജിറ്റലായി അടയ്ക്കാനുള്ള സൗകര്യമാണ് ഈ പദ്ധതികൾ നൽകുന്നത്. ഇത് വാടകക്കാർക്ക് തങ്ങളുടെ മാസ ശമ്പളത്തിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കാൻ സഹായകരമാകുന്നു. ഈ പുതിയ രീതികൾ വിപണിയിലെ സുസ്ഥിരത വർദ്ധിപ്പിക്കുകയും കെട്ടിട ഉടമകൾ തമ്മിൽ വിലയിൽ മാത്രമല്ല സേവനങ്ങളിലും ഇളവുകളിലും മത്സരിക്കാൻ കാരണമാവുകയും ചെയ്യും. താമസം മാറാൻ ആഗ്രഹിക്കുന്ന വാടകക്കാർക്ക് വരും മാസങ്ങൾ വളരെ അനുയോജ്യമാണ്. വിപണിയിൽ കൂടുതൽ പ്രോപ്പർട്ടികൾ ലഭ്യമായതിനാൽ മികച്ച ഡീലുകൾക്കായി കെട്ടിട ഉടമകളോട് ചർച്ച നടത്താനും സാധിക്കും. എന്നാൽ താമസം മാറുന്നതിന് മുമ്പ് ഏജന്റ് ഫീസ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, സാധനങ്ങൾ മാറ്റുന്നതിനുള്ള ചെലവുകൾ, കുട്ടികളുടെ സ്കൂളിലേക്കുള്ള ദൂരം എന്നിവ കൃത്യമായി കണക്ക് കൂട്ടേണ്ടതുണ്ട്. നിലവിലെ വാടക വിപണി നിരക്കിനേക്കാൾ വളരെ കുറവാണെങ്കിൽ പഴയ വീട്ടിൽ തന്നെ തുടരുന്നതായിരിക്കും സാമ്പത്തികമായി കൂടുതൽ ലാഭകരം. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ദുബായ് വിപണി കാണിക്കുന്ന ഈ പെട്ടെന്നുള്ള തിരിച്ചുവരവും സന്തുലിതാവസ്ഥയും വാടകക്കാർക്ക് മികച്ചൊരു താമസ സൗകര്യം തിരഞ്ഞെടുക്കാനുള്ള വലിയ അവസരമാണ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.